തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ മണ്ഡലങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ. NDA സ്ഥാനാർത്ഥിയായി എത്തിയ ബി ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയാണ് മണ്ഡലത്തെ പൊടുന്നനെ ശ്രദ്ധാകേന്ദ്രമാക്കിയത്. ക്ഷേത്ര നഗരിയായ മണ്ഡലത്തിൽ നിന്ന് 1967 മുതൽ ഏതാണ്ട് അരനൂറ്റാണ്ട് കാലമായി ഒരു ഹിന്ദു MLA ഉണ്ടായിട്ടില്ല എന്ന കാര്യമാണ് ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചത്. ഇതോടെ കപട മതേതര മുന്നണികൾ സജീവമായി. മതം നോക്കിയും ജാതി നോക്കിയും മാത്രം സ്ഥാനാർത്ഥികളെ നിർത്തുന്നവരൊക്കെ മതേതരത്വത്തിന്റെ അപ്പോസ്തലന്മാരായി. 1967 മുസ്ലിം ലീഗിന്റെ BVS തങ്ങൾ വിജയിച്ച മണ്ഡലത്തിൽ 70 വിജയിച്ചത് ബി വടക്കനാണ്. 77 80 തങ്ങൾ വീണ്ടും വിജയിയായി. 82 87 ലീഗിന് വേണ്ടി PKK ബാവ മണ്ഡലം നിലനിർത്തി. 91 അബൂബക്കർ വിജയിച്ചു. 96 ഇടതുപക്ഷത്തിന് ആദ്യ വിജയം. CPM സ്വതന്ത്രനായി മത്സരിച്ച സിനിമാ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് ഗുരുവായൂരിൽ വിജയിച്ചു. 2001 PKK ബാവയിലൂടെ ലീഗ് മണ്ഡലം തിരിച്ചുപിടിച്ചു. 2006 2011 2016 KV അബ്ദുൾ ഖാദറിലൂടെ ഹാട്രിക് വിജയമാണ് CPM നേടിയത്. 2021 NK അക്ബർ CPM-ന് വേണ്ടി മണ്ഡലം നിലനിർത്തി. ഇക്കുറിയും അക്ബർ തന്നെയാണ് CPM-ന് വേണ്ടി കളത്തിൽ. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CH റഷീദിനെ മത്സരിപ്പിക്കുന്നു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റായ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ NDA സ്ഥാനാർത്ഥിയായി മത്സരത്തിനെത്തിയതോടെയാണ് ഗുരുവായൂരിൽ തീ പാറുന്ന പോരാട്ടത്തിന് തുടക്കമായത്. പ്രസ്താവനകളുടെ മൂർച്ച കൊണ്ട് എതിരാളികളെ നേരിട്ട് ഗോപാലകൃഷ്ണന് മണ്ഡലത്തിൽ ലഭിക്കുന്നത് വലിയ ജനപിന്തുണയാണ്. ഗുരുവായൂരിന്റെ വികസനം മുരടിച്ചു നിൽക്കുന്ന സാഹചര്യമാണ് ഗോപാലകൃഷ്ണൻ എണ്ണി പറയുന്നത്. കുടിവെള്ളം പോലും ലഭ്യമല്ലാത്ത തീരദേശ ജനത, മാലിന്യം കൊണ്ട് പൊറുതിമുട്ടുന്ന തദ്ദേശീയർ, ശ്വാസം മുട്ടുന്ന ക്ഷേത്ര നഗരി, മതിയായ യാത്രാ സൗകര്യങ്ങളില്ലാത്ത, അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പിന്നോക്കം നിൽക്കുന്ന തീരമേഖല, എങ്ങും എത്താത്ത കടൽഭിത്തി നിർമ്മാണം, ഇങ്ങനെ മണ്ഡലം നേരിടുന്ന വികസന പ്രതിസന്ധികൾ ഏറെയാണ്. ഗുരുവായൂരിൽ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാരിലൂടെ പ്രസാദ് നഗരം പദ്ധതിയിലൂടെ ഏതാണ്ട് 400 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയതൊഴിച്ചാൽ മണ്ഡലത്തിൽ കാര്യമായ വികസനം ഒന്നും വന്നിട്ടില്ല. ഗുരുവായൂരിൽ നിന്ന് തിരുനാവയ്ക്കുള്ള റെയിൽപാത ഇപ്പോഴും കടലാസിൽ മാത്രം ഒതുങ്ങിക്കിടക്കുന്നു. സ്ഥലം ഏറ്റെടുത്തു കൊടുത്താൽ പാത നിർമ്മാണം പൂർത്തിയാക്കാൻ തയ്യാറാണെന്ന് റെയിൽവേ പാർലമെന്റ് അറിയിച്ചിട്ടും സംസ്ഥാനം താല്പര്യം കാണിച്ചില്ല. ഗുരുവായൂരിന്റെ മുഖച്ഛായ മാറ്റാവുന്ന പദ്ധതിയായിരുന്നു ഇത്. ഗുരുവായൂരിലെ ഈ തെരഞ്ഞെടുപ്പ് ഇനിയൊരു സാധാരണ രാഷ്ട്രീയ പോരാട്ടമല്ല, മറിച്ച് വികസനവും നിലനിൽക്കുന്ന അവഗണനയും തമ്മിലുള്ള നിർണായക ഏറ്റുമുട്ടലായി മാറിക്കഴിഞ്ഞു. പതിറ്റാണ്ടുകളായി മാറി മാറി ഭരിച്ച മുന്നണികൾക്ക് അവസരം ലഭിച്ചിട്ടും അടിസ്ഥാന പ്രശ്നങ്ങൾക്കൊരു സ്ഥിര പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നത് ജനങ്ങൾ വ്യക്തമായി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ വികസനവും ദൃഢനിശ്ചയവും മുന്നോട്ട് വെച്ച് രംഗത്തിറങ്ങിയ ബി ഗോപാലകൃഷ്ണന് ലഭിക്കുന്ന ജനപിന്തുണ അതിശയിപ്പിക്കുന്നതല്ല. മാറ്റം ആവശ്യമാണ് എന്ന ബോധ്യമാണ് മണ്ഡലത്തിൽ ശക്തമായി ഉയരുന്നത്. ഗുരുവായൂരിന്റെ ഭാവി സുരക്ഷിതവും വികസിതവുമായ ഒരു ദിശയിലേക്ക് നയിക്കാൻ കഴിയുന്നത് NDAക്ക് മാത്രമാണെന്ന വിശ്വാസം ശക്തമാകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവാകാൻ സാധ്യതയുണ്ട്.